പണ്ടത്തെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാനും എൻ്റെ കസിൻസും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം. ഇനി എൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന മാൽമേൽ ഗ്രാമമാണ് കേട്ടോ എൻ്റെ നാട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കത്തി നിൽക്കുന്ന ഞങ്ങളുടെ ആ നാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്നതിലും ഭംഗിയാണ് കേട്ടോ എൻ്റെ നാട് കാണാൻ. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരും പൊളിയാണ്. ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഒരേ മൈൻഡിൽ ആഘോഷിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നാട്ടുകാർക്ക് വളരെ സ്പെഷ്യലാണ്. മേടവിഷു മഹോത്സവം എന്നാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഉത്സവത്തിന് അറിയപ്പെടുന്നത് തന്നെ കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെണ്ടമേളവും ബഹളവും ഒക്കെ ആയിട്ട് വീണ്ടും മുമ്പിലൂടെ ഇതുപോലെ ഫ്ലോട്ടുകളും ഇതേപോലെ സംഭവം. ഈ സംഭവം പുതിയതാണ് കേട്ടോ. ഇതിനകത്ത് മനുഷ്യനാണെന്ന് അറിയാമെങ്കിൽ ഇത് അടുത്തേക്ക് ഓടി വരുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു ആന്തലാണ്. കുട്ടികളുടെ അടുത്തൊക്കെ പേടിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇത് അടുത്തേക്ക് ഓടി വന്നപ്പോൾ എല്ലാവരും 4 വഴിക്ക് ഓടി കേട്ടോ. പിന്നെ അത് നല്ല വൈബാണ്. ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കാളകൾ ഫ്ലോട്ടുകൾ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കുറേ നേരം ഇറങ്ങി നിന്ന് അത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ മൈതാനത്തേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ മാലിമേ ഗ്രൗണ്ടിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നാണ് പോയത്. ഇന്നത്തെ ദിവസം ഇവിടെ ജനസാഗരം തന്നെയാണ്. പിന്നെ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ എല്ലാ കുടുംബക്കാരെയും ഇന്ന് ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിണ്ടി കുറച്ച് നേരം എല്ലാവരുമായിട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ നേരം അവിടെയൊക്കെ നിന്ന് എല്ലാം കണ്ടു. ഫ്ലോട്ടുകളൊക്കെ കണ്ടു. എന്നിട്ട് കുറച്ച് നേരം അവിടെ കൂടെ ഒക്കെ നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പണ്ടത്തെ ആ എനർജിയും വൈബൊന്നും ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികൾക്ക് മൂത്താപ്പന്മാർ ഇളയപ്പന്മാർ മാമാമാർ അങ്ങനെ എല്ലാവരും ഈ ഒരു ദിവസം കുറേ കാശ് തരും ഞങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാൻ, കളിപ്പാട്ടങ്ങൾ വള മാല ഒക്കെ വാങ്ങിക്കാൻ. ആ ഒരു സംഭവം നന്നായിട്ട് മിസ് ചെയ്തു. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.